ഇന്ത്യൻ സിനിമയുടെ തന്നെ ഏറ്റവും പരമോന്നതമായ പുരസ്കാരമാണ് ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ്. അത് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണ് സാക്ഷാൽ മോഹൻലാൽ. തൻ്റെ 45 വർഷത്തെ സിനിമാ കരിയറിൽ അദ്ദേഹം ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകളെ കണക്കിലെടുത്താണ് അദ്ദേഹത്തിന് പുരസ്കാരം നൽകിയിരിക്കുന്നത്. എന്തായാലും മോഹൻലാൽ അതിന് 100% അർഹനാണെന്ന് എല്ലാവർക്കും ഒരുപോലെ അറിയാം. പക്ഷേ ഈ ഒരു അർഹത മോഹൻലാലിന് മാത്രമല്ല, സമകാലികനായ മമ്മൂട്ടിയെ ഇതിൽ നിന്നെല്ലാം തഴയുന്നു. 1998 പത്മശ്രീ നേടിയ മമ്മൂട്ടിയെ പിന്നീട് എന്തുകൊണ്ട് മറ്റൊരു സിവിലിയൻ അവാർഡിനും കേന്ദ്ര ഗവൺമെൻറ് പരിഗണിച്ചില്ല? വർഷാവർഷം കേരളത്തിൽ നിന്നും നോമിനേഷൻസ് പോയിട്ടും അതൊക്കെ കണ്ണുടച്ച് തള്ളിക്കളയാണ് കേന്ദ്ര ഗവൺമെൻറ്. ഇന്ത്യൻ സിനിമയിൽ തന്നെ മറ്റൊരു ഏതൊരു വ്യക്തിയോളം തന്നെ ഈ ഒരു സിവിലിയൻ ബഹുമതികൾക്കെല്ലാം പത്മഭൂഷണായാലും പത്മവിഭൂഷണായാലും ഒക്കെ അർഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് മമ്മൂട്ടി. കഴിഞ്ഞ വർഷം ബാലകൃഷ്ണയ്ക്കും അതുപോലെ അജിത്തിനും എല്ലാം പത്മ പുരസ്കാരങ്ങൾ ലഭിക്കുകയുണ്ടായി. അപ്പോഴും ഇന്ത്യൻ സിനിമയ്ക്ക് ഇത്രയും കലാപരമായ സിനിമകൾ, ഇത്രയും ആക്ടിങ് ഓറിയന്റഡ് പെർഫോമൻസുകൾ മറ്റ് ഇൻഡസ്ട്രികളിലെ വലിയ വലിയ താരങ്ങൾ പോലും പുകഴ്ത്തി പറയുന്ന രീതിയിലുള്ള അത്രയും അപ്ഡേറ്റഡ് ആയ രീതിയിൽ സിനിമകൾ എടുക്കുന്ന ഈ ഒരു നടനെ എല്ലാ പുരസ്കാര പട്ടികയിൽ നിന്നും കേന്ദ്ര ഗവൺമെന്റ് മാറ്റി നിർത്തുന്നു. ഇത്രയും വർഷങ്ങളായിട്ട് മറ്റൊരു പത്മ പുരസ്കാരത്തിനോ അല്ലെങ്കിൽ വേറൊരു പുരസ്കാരത്തിനോ ഒരു ദേശീയ പുരസ്കാരത്തിനോ ഒന്നും അദ്ദേഹത്തെ പരിഗണിക്കാത്തതിന് കാരണം എന്തായിരിക്കും? എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമാണ് എന്ന് തന്നെയാണ് എല്ലാവരും ഒരുപോലെ എടുത്ത് പറയുന്നത്. ഇനി അടുത്ത വർഷവും അതിൻ്റെ അടുത്ത വർഷവും ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും നടക്കും എന്നാരും പ്രതീക്ഷിക്കുന്നില്ല. അർഹിച്ച ഈ അംഗീകാരങ്ങളൊന്നും അദ്ദേഹത്തിന് എത്താതെ പോകുന്നത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യം തന്നെയാണ് ഒരു സിനിമ ലവർ എന്ന രീതിയിൽ. എന്തായാലും അദ്ദേഹത്തിന് ഈ പുരസ്കാരങ്ങളൊക്കെ 100% അറിയിച്ചു തന്നെയാണ്. അഭിനയത്തിൻ്റെ കാര്യം കണക്കിലെടുക്കുകയാണെങ്കിൽ പോലും ഈ ഒരു നൂറ്റാണ്ടിൽ അദ്ദേഹത്തിന് ഒരു ദേശീയ പുരസ്കാരം പോലും ലഭിച്ചിട്ടില്ല. അത്രത്തോളം മികച്ച പെർഫോമൻസുകളെല്ലാം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടും ഇതുവരെ ഒരു ദേശീയ ജൂറിയും അദ്ദേഹത്തിനെ അവാർഡിനായിട്ട് പരിഗണിക്കുകയുണ്ടായിട്ടില്ല. അംബേദ്കർ ആയിരുന്നു ലാസ്റ്റായിട്ട് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചൊരു സിനിമ എന്ന് പറയുന്നത്. അർഹിക്കാത്തവർക്ക് കിട്ടുന്നതിനേക്കാളും വിഷമമുള്ള കാര്യമാണ് അർഹിച്ചവർക്ക് അത് കിട്ടാതിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിന് ഏറ്റവും പുരസ്കാരങ്ങൾക്കല്ല ഏറ്റവും അർഹിച്ച കരങ്ങളിലൊന്ന് തന്നെയാണ് മമ്മൂട്ടിയുടെയും. എന്തായാലും അദ്ദേഹത്തിന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ.